ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മളൊരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിനൊക്കെ ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ആണ്. ഇതെല്ലാം കൂടെ ഒരു 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 പാക്കും കൂടെ 250 ഗ്രാമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പാക്കൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ബിസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ്സൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ബിസ്ക്കറ്റിന് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാലാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പാലെടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാതെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഒരു കേക്കിലേക്കുള്ള 4ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡറാണ്. ഞാനിപ്പോൾ ഒരു അളവിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയുള്ള ഒരു ബാറ്ററാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ പാത്രം എടുക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. എന്നാലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് പൊടി കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നമ്മുടെ കേക്ക് താഴെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കവർ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെയുള്ള ഹോളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് അതും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിന് താഴെ ആയിട്ട് ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് കേക്ക് പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. എനിക്കിവിടെ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചിയാണ്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കളറൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് തയ്യാറാക്കുന്ന സമയം. അപ്പോൾ ഇത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് ഇതുപോലെയുള്ള ഒരു നൂല് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് റൗണ്ടിൽ പിടിച്ച് വലിച്ചാൽ മതിയാവും. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കത് 2 ലെയറായിട്ട് കിട്ടും. അപ്പോൾ
അപ്പോൾ നമ്മൾ നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കത്തിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള എഗ് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ആകുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ലെങ്തി ആയിട്ട് പോവും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെയാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തെ ലെയറിൽ ഈ ഒരു ക്രീം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ ആയിട്ട് ഞാൻ അടുത്ത ലെയർ കൂടെ വെച്ചിട്ടുണ്ട്. സെയിം അതുപോലെ തന്നെ ഞാൻ വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ചോക്ലേറ്റിലോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്, മനസ്സിലാവില്ല നമ്മളത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിന്. പിന്നെ ഈ ഒരു ക്രീം നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാൻ ഇതുപോലെയുള്ള ഒരു കാർഡൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് തന്നെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ ക്രീമിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് വെച്ചിട്ട് ചെറിയതായിട്ട് ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് താഴെയും കൂടെ ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെയൊക്കെ കേക്കൊക്കെ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ഇത് ഫ്ലോപ്പ് ആവുന്നില്ല. ഞാനൊരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് നമ്മൾ കേക്ക് തയ്യാറാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്കും അതുപോലെ തന്നെ നമ്മുടെ എഗ് വൈറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.